ഹലോ ഗൈസ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാട്ടോ, ഒപ്പോ A15. ഇതിന് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആട്ടോ. ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോയിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് റോട്ടിൽ പോകും, അങ്ങനെ ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോയി കേട്ടോ. ഡിസ്പ്ലേ ലൈന് കാര്യങ്ങൾ വന്നിട്ട് മൊത്തം ബ്ലാക്ക് പാഡായിട്ട് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ ഡിസ്പ്ലേ അങ്ങനെ മാറ്റാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ ഊരെടുക്കാം. ഓക്കെ, ഇതിൻ്റെ മിഡിൽ ബാക്ക് ഡോർ കൂടി ഊരെടുക്കാം നമുക്ക്. ഉണ്ടോ, ഡിസ്പ്ലേ മൊത്തം അടിച്ച് പോയിട്ട് ലൈന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മിഡിൽ ഡോറും കൂടെ ഊരെടുത്ത് നമ്മൾ ഇതിൻ്റെ ബാറ്ററി കണ്ടിട്ട് ഊരിട്ട് ബാറ്ററി ഊരെടുക്കാം നമുക്ക്. പിന്നെ ബാറ്ററി എടുത്തിട്ടുണ്ട്, ഫിംഗർ എടുത്ത് നമ്മൾ അങ്ങനെ ഡിസ്പ്ലേ കണ്ടിട്ട് ഊരെടുക്കാം കേട്ടോ. അങ്ങനെ ഡിസ്പ്ലേ നമ്മൾ ഊരെടുത്തു. ഇതിലുള്ള ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് ഉണ്ടായത്. ഡിസ്പ്ലേ അങ്ങനെ ഊരെടുത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം 4 ഭാഗം നന്നായി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. കറക്റ്റ് ഫിനിഷിങ്ങും നല്ലപോലെ ഡിസ്പ്ലേ കാര്യങ്ങൾ വർക്ക് ചെയ്യാം കേട്ടോ. കാരണം അത്യാവശ്യം ക്ലീൻ ഉണ്ടെങ്കിലേ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങൾ കറക്റ്റ് ആ ലെവലിൽ ഇരിക്കുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരില്ല. അഥവാ ചെറിയൊരു ഗം എന്തെങ്കിലും സൈഡിലുണ്ടെങ്കിൽ അഥവാ പ്രസ്സാകുമ്പോൾ മൊത്തം ബ്ലാങ്ക് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മിനിമം ഒരു 10-15 മിനിറ്റോളം ഇതിൻ്റെ 4 ഭാഗം നന്നായി ക്ലീൻ ചെയ്യണം. അപ്പോഴൊരു കറക്റ്റ് ഫിറ്റിങ്ങും നല്ല ഡിസ്പ്ലേ ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്കിതിന് 4 ഭാഗം നന്നായി ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ ട്യൂസർ ഉപയോഗിച്ചിട്ടാണ് 4 ഭാഗം ക്ലീൻ ചെയ്യുന്നത്. അധികം ഫോഴ്സ് കൊടുക്കണ്ട. അധികം ഫോഴ്സ് കൊടുത്താൽ പിന്നെ സൈഡെടുത്താൽ പൊട്ടാൻ സാധ്യത കേട്ടോ. ഡിസ്പ്ലേ ഇരിക്കില്ല, അത് പൊട്ടും. ഓക്കെ, മേൽഭാഗം ക്ലീൻ ചെയ്യാം. അതിന് സൈഡ് മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. ചുണി ക്ലീൻ ചെയ്യണം. അടിഭാഗം ക്ലീൻ ചെയ്യാം. കോർണർ എല്ലാ ഭാഗവും നന്നായി ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചു. ഓക്കെ, നമുക്ക് ഈ നമ്മളടുത്തുള്ള ഡിസ്പ്ലേ ഉള്ളത് MPN എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല കമ്പനിയുള്ള ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ബാറ്ററി നമ്മൾ ഇട്ടു, ബാറ്ററി കണ്ടിട്ട് ഇട്ടു. നമുക്ക് ഓണാക്കി നോക്കാം. അങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കേട്ടോ. ഒറിജിനലിൻ്റെ ക്വാളിറ്റി കേട്ടോ. MPN പ്രീമിയം സീരീസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കേട്ടോ. ഓണാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ടച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫോണ് ഓണായിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് കമ്മിയാക്കി വെച്ചിട്ടാണ് അവർ. ലോക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാനും പറ്റില്ല അവസ്ഥയാണ്. നമുക്ക് എമർജൻസി കോളിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് ഉണ്ടോ ഇല്ല. അങ്ങനെ പ്രോപ്പർ വർക്കിംഗ് ആട്ടോ. ബ്രൈറ്റ്നെസ് കമ്മിയാകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ മൊത്തം ചെക്ക് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാട്ടോ നമ്മൾ ഡിസ്പ്ലേ ഉള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കൊണ്ട് ഊരെടുത്തു. അങ്ങനെ ഡിസ്പ്ലേ നമ്മൾ എടുത്തു. നമുക്ക് അഥവാ ഇനി നമുക്ക് അടുത്തല്ലേ നമുക്ക് അതിൻ്റെ 4 ഭാഗം സൈഡ് കൂടി ഗമ്മൊട്ടിക്കാം. 4 ഭാഗം ചെറിയൊരു ഗമ്മിട്ടാൽ മതി. അധികം ഗമ്മിട്ടാൽ പിന്നെ പ്രശ്നം വരും കേട്ടോ. പിന്നീട് നമുക്ക് തന്നെ പ്രശ്നം വരിക. അഥവാ ഒന്ന് പ്രസ്സായി ലൈന് വരും, അല്ലെങ്കിൽ ബ്ലാങ്ക് ആവും. അപ്പം നമുക്ക് വീണ്ടും ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. കാരണം 1 മന്ത് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് കസ്റ്റമർക്ക്. ബ്ലാങ്കിന് നമ്മൾ ഡിസ്പ്ലേ മാറ്റി കൊടുക്കലുണ്ട്. അറിയുന്ന കസ്റ്റമർക്ക് കേട്ടോ. അറിയാത്ത കസ്റ്റമർക്ക് നമ്മളെന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യലാണ്. പകുതി റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. സാധാരണ വെള്ളം കയറുമ്പോഴാണ് ബ്ലാങ്ക് ആവല്. ഓക്കെ, ഇതിൻ്റെ 4 ഭാഗം റബ്ബർ കാര്യങ്ങൾ ഇടാം. അധികം റബ്ബർ ഇട്ടണ്ട, 4-5 റബ്ബർ ഇട്ടാൽ മതി. ഒരു 10
10-15 മിനിറ്റോളം റബ്ബർ കെട്ടിയിട്ട് വെക്കാൻ മതി. നമുക്ക് ഓണാക്കി നോക്കാം. അങ്ങനെ ഓണായിട്ടുണ്ട് നമ്മൾ ഫോണ്, എല്ലാം ഓക്കെയാണ്. ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ 10-15 മിനിറ്റ് വെച്ചിട്ട് ഇനി റബ്ബർ ബാൻഡ് നമുക്ക് ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ക്യാമറ ഉണ്ട്. അഥവാ ക്യാമറൻ്റെ അവിടെ റബ്ബർ തട്ടിയാൽ ക്യാമറ തെറിക്കും കിട്ടും, ക്യാമറ പൊട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അധികം ഫോഴ്സ് കൊടുക്കണ്ട, ഈസിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഊരിയെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് മിഡിൽ ഫ്രെയിം കൂടി ഫിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല ഫിറ്റിങ്ങിലാട്ടോ നമ്മൾ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിരിക്കണം. മിഡിൽ ഫ്രെയിം ഫിറ്റ് ചെയ്തു, ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്തു. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. ഓരോ സ്ക്രൂ കാര്യങ്ങളും നമുക്ക് ടൈറ്റ് ആക്കിയിട്ട്, അത്യാവശ്യം സ്ക്രൂ ഉണ്ട്. അടിയിൽ നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ നല്ലപോലെ ടൈറ്റ് ആക്കാം കേട്ടോ. അഥവാ ടൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ സ്പീക്കറിന് ചിലമ്പലുണ്ടാവും, അത് ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല ടൈറ്റ് ആക്കുക, അധികം ടൈറ്റ് ആക്കണ്ട, അല്ലെങ്കിൽ സ്ക്രൂ അപ്പുറത്തുകൂടി പോരും, അഥവാ ഡിസ്പ്ലേ പോരും. ചെറിയ ടൈറ്റ് ആക്കാം, അയാലും ടൈറ്റ് ആക്കാം നമുക്ക്. നമ്മളിത് വരുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും നമ്മൾ 1 മന്ത് അല്ലെങ്കിൽ 3 മന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പൊട്ടാതെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കിട്ടും. പൊട്ടിയാലോ വെള്ളം കയറില്ല, മാറ്റി കിട്ടില്ല. വരാറുമില്ല, ചിലത് വരില്ലുണ്ട് വെള്ളം കയറിയിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആവില്ല. അതങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കില്ല, പകുതി റേറ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അറിയുന്ന കസ്റ്റമറാകും. ഷോപ്പാകുമ്പോൾ അവർ ചെയ്യേണ്ടതാണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. നമ്മൾ ലോസ് ആവും, പക്ഷെ കുഴപ്പമില്ല, എന്താ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സിംട്ര കാര്യങ്ങളിടാം. സിംട്ര കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് ഡോറിൽ നമുക്ക് നെയ്സിൽ പശ ഇടാം. നെയ്സിൽ പശ ഇട്ടിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യും. പശ ഇട്ടിട്ടുണ്ട്, നെയ്സിൽ നമുക്ക് ഫിറ്റ് ചെയ്യും. ഓക്കെ, കറക്റ്റ് ഫിറ്റിംഗ് ഉണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് ഇടാം. 4-5 റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. അങ്ങനെ ഒരു 4-5 റബ്ബർ ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ